CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. വിട പറഞ്ഞത് മൂന്നാം ബദലിന് അടിത്തറയൊരുക്കിയ നേതാക്കളിൽ പ്രധാനി. മതിലകം പുതിയകാവിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. 6 ലക്ഷം രൂപ വിലമതിക്കുന്ന മലഞ്ചരക്ക് സാധനങ്ങൾ കവർന്നു. വടക്കാഞ്ചേരി അകമല വളവിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട KSRTC ബസ് പാടത്തേക്ക് പതിച്ചു. KSRTC ബസ്സുകൾ തകരാറിലായി അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. വെള്ളം വറ്റിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇറിഗേഷൻ വകുപ്പ് വീഴ്ച വരുത്തി. മനക്കൊടി മേഖലയിൽ 700 ഏക്കറിലെ കൃഷിയിറക്കൽ അനിശ്ചിതത്വത്തിൽ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി കർഷകർ. നമസ്കാരം. വാർത്തകൾ വിശദമായി. CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 72 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിതനായി ചികിത്സയിലായിരുന്നു യെച്ചൂരി. മൃതദേഹം എയിംസ് ആശുപത്രിക്ക് വിട്ടു നൽകും. 2015 ഏപ്രിൽ മാസത്തിൽ CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി നിയോഗിതനായ യെച്ചൂരി ഏറ്റവും ഒടുവിൽ 2022 ഏപ്രിലിൽ കണ്ണൂരിൽ വെച്ച് നടന്ന CPIMന്റെ 23ാം പാർട്ടി കോൺഗ്രസിൽ 3ാം വട്ടവും ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളന കാലയളവിലാണ് സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രം, ചരിത്രം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്നിവയിൽ വലിയ അവഗാഹമുള്ള നേതാവായാണ് സീതാറാം യെച്ചൂരി പരിഗണിക്കപ്പെടുന്നത്. വൈദേഹി ബ്രാഹ്മണരായ സർവേശ്വര സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി 1952 ഓഗസ്റ്റിൽ ചെന്നൈയിലാണ് ജനനം. യെച്ചൂരി സീതാരാമറാവു എന്ന പേരിലെ ജാതി ഉപേക്ഷിച്ച് സീതാറാം യെച്ചൂരി എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ആയിരത്തി 1974 SFIയിലൂടെയാണ് സീതാറാം യെച്ചൂരി രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടക്കുന്നത്. യെച്ചൂരിയുടെ JNUവിലെ പഠനത്തിനിടയിലാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് ഡോക്ടറേറ്റ് പൂർത്തിയാക്കുന്നതിന് മുന്നേ അദ്ദേഹം അറസ്റ്റിലായിരുന്നു. ജയിൽ മോചിതനായ ശേഷം വീണ്ടും പഠനം തുടർന്നു. അതേ കാലയളവിൽ 3 തവണ യെച്ചൂരിയെ JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. JNUവിലെ പഠനകാലത്ത് പ്രാസംഗികനായും വിപ്ലവകാരിയായും ജ്വലിച്ച നേതാവ് 2005 മുതൽ 2017 വരെ രാജ്യസഭാംഗമായിരുന്നു. പശ്ചിമ ബംഗാളിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭയിലെത്തിയത്. 1992 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. 2015 യെച്ചൂരി CPM ജനറൽ സെക്രട്ടറി ആയത്. 2022 ഏപ്രിലിൽ കണ്ണൂരിൽ നടന്ന 23ാം പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹത്തെ 3ാം തവണയും ജനറൽ സെക്രട്ടറിയായി പാർട്ടി തെരഞ്ഞെടുക്കുകയായിരുന്നു. 1984 CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി 1992 മുതൽ CPM പോളിറ്റ് ബ്യൂറോ അംഗമാണ്. വലതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന കൂട്ടുകെട്ടുകളോട് താൽപ്പര്യമുള്ള ആളായിട്ടാണ് യെച്ചൂരിയെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് TCV. മതിലകം പുതിയകാവിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. 6 ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് സാധനങ്ങൾ മോഷണം പോയി. പുതിയകാവ് സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീനാരായണപുരം പത്താഴക്കാട് സ്വദേശി പാമ്പിനെഴുത്ത് അബ്ദുൾ റഷീദിന്റെ കടയിലാണ് മോഷണം നടന്നത്. കടയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് 30 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 1500 കിലോ അടയ്ക്ക, 150 കിലോ ജാതിക്ക, 20 കിലോ ജാതിപത്രി, 50 കിലോ ജാതിപ്പൂ എന്നിവ കവർന്നു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി അകമല വളവിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് പാടത്തേക്ക് പതിച്ചു. ആർക്കും പരിക്കില്ല. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. കൊട്ടാരക്കരയ്ക്ക് പോവുകയായിരുന്ന KSRTC ഡീലക്സ് ബസ്സാണ് ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സ്റ്റിയറിംഗ് ജാമായി അകമല വളവിൽ പാടത്തേക്കിറങ്ങിയത്. സ്ഥിരം അപകട മേഖലയായ അകമല വളവിൽ ഏതാനും ദിവസം മുമ്പ് കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് വയോധിക മരിച്ചിരുന്നു. KSRTC ബസ്സുകൾ തകരാറിലായി അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. ബസ്സുകൾ ബ്രേക്ക് ഡൌൺ ആയി വഴിയോരത്ത് കിടക്കുന്ന കാഴ്ച പതിവാണ്. മതിയായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതും വാഹനങ്ങളുടെ പഴക്കവുമാണ് ബസ്സുകൾ തകരാറിലാവുന്നതിന് കാരണം. സമയബന്ധിതമായി വെള്ളം വറ്റിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇറിഗേഷൻ വകുപ്പ് വീഴ്ച വരുത്തി. മനക്കൊടി വാരിയംകോൾ പടവ് ഉൾപ്പെടെ വിവിധ പടവുകളിലായി 700 ഏക്കറിലെ കൃഷിയിറക്കൽ അനിശ്ചിതത്വത്തിലായി.
കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി കർഷകർ. 2 ദിവസങ്ങളിലായി പെയ്ത മഴയോടെ ഇറിഗേഷൻ മെയിൻ കനാലിൽ നിന്നുള്ള വെള്ളം പുള്ള് മനക്കൊടി റോഡ് കവിഞ്ഞ് വാരിയം പടവിലേക്ക് ഒഴുകുകയാണ്. അനിയന്ത്രിതമായി വെള്ളം ഒഴുകിയെത്തിയതോടെ വാരിയം പടവിലെ വെള്ളം വറ്റിക്കാൻ പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ പടവിനോട് ചേർന്ന വിളക്കുമാടം, തോട്ടുപുര, കൊടയാട്ടി എന്നീ പടവുകളിലും കൃഷി ഇറക്കാൻ പറ്റിയ സാഹചര്യമല്ല. ഇറിഗേഷൻ വകുപ്പ് ഇടപെട്ട് ചാലുകളിൽ നിന്ന് ചണ്ടിയും കുളവാഴിയും മറ്റും നീക്കം ചെയ്യാത്തതുമൂലം ഇറിഗേഷൻ കനാലിൽ നിന്നും ഏനമാവ് റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിലേക്ക് ഒഴുകിപ്പോകേണ്ടിയിരുന്ന വെള്ളമാണ് റോഡ് കവിഞ്ഞ് വാരിയം കോൾ പടവിലേക്ക് ഒഴുകി കൃഷി പ്രതിസന്ധിയിലാക്കുന്നത്. ചാലുകളിലെ ചണ്ടിയും കുളവാഴിയും നീക്കുന്നതിൽ വന്ന വീഴ്ചയോടൊപ്പം മനക്കൊടി റോഡ് തോട് നിരപ്പിനേക്കാൾ ഏറെ താഴ്ന്നു കിടക്കുന്നതും കൃഷി ഇറക്കാൻ പറ്റാത്തതിന് പ്രധാന കാരണമാണെന്ന് വാരിയം കോൾ പടവ് സെക്രട്ടറി KK അശോകൻ പറഞ്ഞു. ഞങ്ങൾ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ 2ാം മേഖലയിലെ കൃഷി ഇറക്കാൻ വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. അതനുസരിച്ച് 10-ാം തീയതിയാണ് മാത്രമാണ് ഞങ്ങൾ വെള്ളം പമ്പിങ് തുടങ്ങിയത്. വെള്ളം പമ്പിങ് ഒരു ദിവസം മാത്രമേ നടത്താൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും റോട്ടിൽ വെള്ളം കഴിഞ്ഞു. ഞങ്ങൾക്ക് കൃഷി ഇറക്കാൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. പലപ്പോഴും ഇതിൻ്റെ മേലാധികാരികളോട് പലപ്പോഴും അത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടും നാളിതുവരെയായിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല. 2ാം മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ കോൾ പാടശേഖരങ്ങളിൽ സെപ്റ്റംബർ 1-ന് പമ്പിംഗ് ആരംഭിച്ച് സെപ്റ്റംബർ പകുതിയോടെ കൃഷി ഇറക്കാനായിരുന്നു തീരുമാനം. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും കർഷകരെ വലയ്ക്കുന്നുണ്ട്. പല പ്രാവശ്യം പരാതിപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ലെന്നും ഈ സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുമെന്നും വിവിധ പാടശേഖര പ്രതിനിധികൾ പറഞ്ഞു. അശാസ്ത്രീയമായ രീതിയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ചണ്ടിയും കുളവാഴിയും നീക്കം ചെയ്യുന്ന രീതിയാണ് ഇറിഗേഷൻ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏനാമാക്കൽ ഫേസ് കനാൽ മുതൽ കാഞ്ഞാണി പെരുമ്പുഴ ചാലിലേക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീളുന്ന രീതിയിൽ കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യണമെന്നതാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. പോർക്കുളം അഗതിയൂരിൽ മകൻ പിതാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. കുട്ടൻകുളങ്ങര വീട്ടിൽ 56 വയസ്സുള്ള സുന്ദരനാണ് വെട്ടേറ്റത്. മാനസിക സ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന മകനും സുന്ദരനും തമ്മിലുണ്ടായ വാക്ക് തർക്കത്തിനിടെ മകൻ കത്തിയെടുത്ത് സുന്ദരന്റെ തലയിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ സുന്ദരനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കരാഞ്ചിറ മുനയം ബണ്ടിന് സമീപം അയൽക്കാർ തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് വയോധികനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുനയം സ്വദേശി തുപ്രാടൻ വീട്ടിൽ ദിനേശിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് അയൽവാസി പുതുവീട്ടിൽ ശശിയെ മീൻ പിടിക്കുന്നതിനുള്ള ഊത്തുളി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ ശശിയെ കരാഞ്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. കല്ലൂർ അയ്യങ്കോടിൽ പശു വട്ടം ചാടിയതിനെ തുടർന്ന് രോഗിയുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞു. മുട്ടിത്തടി കയ്യാലപ്പടി താഴേക്കാട്ടിൽ സുധാകരന്റെ ഓട്ടോയാണ് മറിഞ്ഞത്. സുധാകരന്റെ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം. ഇയാളുടെ ഭാര്യയും ഓട്ടോയിലുണ്ടായിരുന്നു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഓട്ടോയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പശുവിനെ അശ്രദ്ധമായാണ് ഉടമ റോഡരികിൽ കെട്ടിയിട്ടെന്ന് കാണിച്ച് സുധാകരൻ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ നഗരസഭയിൽ കൌൺസിൽ നടന്നുകൊണ്ടിരിക്കെ മുകളിലെ ലൈറ്റ് കവറിംഗ് പൊട്ടിവീണു. ഒരടിയിലധികം വലുപ്പമുള്ള കവറിംഗ് ആണ് പൊട്ടിവീണത്. സീലിംഗിൽ നിന്നുള്ള ബന്ധം വേർപെട്ടെങ്കിലും വയറിൽ തൂങ്ങി നിന്നു. വനിതാ കൌൺസിലർമാർ അടക്കമുള്ളവർ ഭയന്ന് ഇരിപ്പിടം മാറുകയായിരുന്നു. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ സ്കൂട്ടർ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കാൽനട യാത്രികയായ തലക്കോട്ടുകര സ്വദേശിനി പണിക്കവീട്ടിൽ സിയാൻ നസ്രീൻ, സ്കൂട്ടർ യാത്രികൻ കേച്ചേരി പണിക്കവീട്ടിൽ സഹൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തി. വേലൂരിലെ തെരുവ് വിളക്കുകൾ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാതെ പഞ്ചായത്ത് ഓഫീസിൽ ഓണം ആഘോഷം നടത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. റോഡരികിൽ യാത്രക്കാർക്ക് ഭീഷണിയായി കിടക്കുന്ന വലിയ മൺകൂനകൾ മാറ്റുന്നതിന് ഒരു നടപടിയും പഞ്ചായത്ത് കൈക്കൊണ്ടിട്ടില്ല. റോഡരികിൽ അറവു മാലിന്യം തള്ളുന്നത് തടയാനും നടപടിയായില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പാർലമെന്ററി പാർട്ടി ലീഡർ സ്വപ്ന രാമചന്ദ്രൻ, അംഗങ്ങളായ CD സൈമൺ, VV ബാലകൃഷ്ണൻ, വിജിനി ഗോപി, അജി ജോഷി എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ചത്. കാട്ടകാമ്പാൽ പഞ്ചായത്ത് ശ്രായിക്കടവിലെ ബോട്ട് സർവീസ് പദ്ധതി MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS മണികണ്ഠൻ, NK ഹരിദാസൻ,
പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇതേസമയം ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്ന് സിപിഐ കാട്ടകാമ്പ ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. പാസഞ്ചേഴ്സിന് ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തിയില്ലെന്നും സിപിഐ പ്രവർത്തകർ പറഞ്ഞു. ബോട്ടിംഗ് ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് സിപിഐ അംഗങ്ങളായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, കെ ടി ഷാജൻ എന്നിവർ വിട്ടുനിന്നു. ചിറ്റണ്ട വരവൂർ റോഡിൽ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് കാർ യാത്രികർക്ക് പരിക്കേറ്റു. അതുവഴി പോവുകയായിരുന്നു പോലീസ്. മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വടക്കാഞ്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാറും തലശ്ശേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. നിരന്തരം അപകട മേഖലയായ പ്രദേശത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വരവൂർ പൂങ്ങോട് വളവിൽ നിയന്ത്രണം വിട്ട കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കുണ്ടന്നൂർ തലശ്ശേരി റൂട്ടിൽ എതിർദിശകളിൽ നിന്നും വന്ന കാറുകളാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം ഭാഗികമായി തകർന്നു. മാവേലി വേഷത്തിൽ ആരോഗ്യ ബോധവൽക്കരണവുമായി പെരിഞ്ഞനം CHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എൽ അഖില പൊതുജനാരോഗ്യം, നിയമങ്ങളും പ്രശ്നങ്ങളും ശിക്ഷയും അടങ്ങിയ പ്ലേ കാർഡുകളും ബോധവൽക്കരണ നോട്ടീസുമായി മാവേലിയുടെ നേതൃത്വത്തിൽ കലാജാഥയുമായി ഹോട്ടൽ, ബേക്കറി, കൂൾബാർ, സ്കൂൾ എന്നീ സ്ഥലങ്ങളിൽ ക്യാമ്പയിൻ നടത്തിയത്. പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മൂലം നാളിൽ ഗുരുവായൂർ ക്ഷേത്ര നടയിലെ പൂക്കളത്തിൽ വിരിഞ്ഞത് താമരക്കണ്ണൻ. ഗുരുവായൂരിലെ വ്യാപാരിയായ അനിൽ പ്രേമന്റെ വക വഴിപാടായാണ് 24 അടി നീളവും 15 അടി വീതിയുമുള്ള പൂക്കളം തീർത്തത്. കയ്യിൽ വെണ്ണയുമായി താമരയ്ക്ക് മുകളിലിരിക്കുന്ന കണ്ണന്റെ രൂപം വിവിധ തരത്തിലുള്ള പൂക്കൾ ഉപയോഗിച്ച് വർണ്ണാഭമാക്കിയിട്ടുണ്ട്. കലാകാരന്മാരായ രമേശ് ബാലാമണി, കിഷോർ ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂക്കളമൊരുക്കിയത്. 50 കിലോ പൂക്കളാണ് ഉപയോഗിച്ചത്. ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി നന്മണിക്കര പഞ്ചായത്ത്. പുലക്കാട്ടുകരയിൽ നടന്ന ചടങ്ങിൽ ജില്ലാതല പ്രഖ്യാപനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. നന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാജേശ്വരി, സുന്ദരി മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. മിൽമ ഷോപ്പി മിൽമ പാർലർ വായ്പാ പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം കോടാലിയിൽ KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നൽകുന്ന വായ്പ ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിച്ച മിൽമ ഷോപ്പിയിലെ ആദ്യ വിൽപ്പനയും MLA നിർവഹിച്ചു. കോർപ്പറേഷന്റെ വിവിധ പദ്ധതികൾ പ്രകാരമുള്ള വായ്പാ വിതരണവും ചടങ്ങിൽ നടന്നു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ VP സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ KV ഉണ്ണികൃഷ്ണൻ, KS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിൽ നീഹാരം ബഡ്സ് സ്കൂൾ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യം വെച്ചാണ് ബഡ്സ് സ്കൂൾ ആരംഭിച്ചിട്ടുള്ളത്. മണലൂർ MLA മുരളി പെരുന്നെല്ലി അധ്യക്ഷനായി. ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് പ്രവേശനവും പരിശീലനവും വാഹന സൌകര്യവും ഭക്ഷണവും സൌജന്യമാണ്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, C ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ പോസ്റ്റ് ഓഫീസ് ATMൽ നിന്ന് ലഭിച്ച 10,000 രൂപ ഉടമയ്ക്ക് തിരിച്ചു നൽകി വിദ്യാർത്ഥികൾ. ഗുരുവായൂർ ദേവസ്വം തപാൽ സെക്ഷൻ അസിസ്റ്റന്റ് മാനേജർ തുപ്പത്ത് ഉണ്ണികൃഷ്ണന്റെ മകൻ പാർത്തനും റിട്ടയർഡ് ദേവസ്വം ജീവനക്കാരൻ പീച്ചിലി രാജന്റെ മകൻ ഗോകുൽ കൃഷ്ണനുമാണ് തുക പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചത്. മറ്റം സ്വദേശിയുടെ പണമായിരുന്നു നഷ്ടപ്പെട്ടത്. വിദ്യാർത്ഥികളെ പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ ഉപഹാരം നൽകി അനുമോദിച്ചു. എക്സൈസ് വകുപ്പ് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ ആശാരിക്കുളമ്പ് വനമേഖലയോട് ചേർന്ന് ചാരായം വാറ്റുന്നതിന് പാകമായ 100 ലിറ്റർ വാഷ് കണ്ടെത്തി. പഴയന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ V സജീവന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ഡിസിസി സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മന്നളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ടുക്കിരി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൻ ബേബി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിൽ നടുറോഡിൽ മാലിന്യം വലിച്ചെറിഞ്ഞ നിലയിൽ. അരണാട്ടുകര വടൂക്കര റോഡിലാണ് പട്ടാപകൽ നടുറോഡിൽ കോഴി വേസ്റ്റ് അടക്കമുള്ള മാലിന്യങ്ങൾ തള്ളിയത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ മാലിന്യ നിക്ഷേപം പതിവായതോടെ സിസിടിവി ക്യാമറകളടക്കം സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇത് നിലവിൽ പ്രവർത്തനരഹിതമാണ്. മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം അസഹ്യമായതോടെ ഈ വഴിയുള്ള യാത്ര ദുരിതമായി മാറിയിരിക്കുകയാണ്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ അവസാനിപ്പിക്കണമെന്ന് യുവജനതാദൾ എസ് ആവശ്യപ്പെട്ടു. ബസ്സുകളുടെ അമിത വേഗത മൂലം നിരവധി മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഏതാനും ദിവസം മുമ്പ് ജോണീസ് ബസ് ഇടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചിരുന്നു. അമിത വേഗതയിൽ വാഹനമോടിക്കുന്ന ബസ് ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫിയുടെ നേതൃത്വത്തിൽ കളക്ടർക്ക് പരാതി കൈമാറി. യുവജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത്, PM ഉമേഷ്, രാഘവൻ മുളങ്ങാടൻ, പ്രീജു ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു. വിഷു കഴിഞ്ഞ് വിത്തിട്ട താന്യം ശ്രീരാമൻ ചിറയിലെ 82 ഏക്കർ വട്ടനിലം ഓണം കഴിഞ്ഞ് കൊയ്യാനൊരുങ്ങുന്നു. ഒരു പറ നെല്ലും ഒരു വട്ടിപ്പൂവും ഒരു കുട്ട പച്ചക്കറിയും എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുകയാണ് ഈ പാടശേഖരം. 82 ഏക്കർ വിസ്തൃതിയിൽ ജ്യോതി നെല്ലും പാടത്തോട് ചേർന്നുള്ള ബണ്ടിൽ പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറികളും ചെണ്ടുമല്ലിയും വിളഞ്ഞതോടെ ഈ വട്ടനിലത്തിന്റെ ദൃശ്യചാരുതയേറി. കീടങ്ങളുടെ ശല്യം മൂലം ചില ഭാഗങ്ങളിൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങിയെങ്കിലും കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ പ്രതിസന്ധി മറികടന്ന് വിളവെടുപ്പിനുള്ള ഒരുക്കത്തിലാണെന്ന് പാടശേഖര സമിതി സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ മുദ്രാവാക്യമായ ഓണത്തിന് ഒരു പറ നെല്ലും ഒരു മുറം പച്ചക്കറിയും ഒരു കൊട്ടപ്പൂവും എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവിടെ കൃഷി നടത്തിയിരിക്കുന്നത്. വിഷു കഴിഞ്ഞ് പാടത്തേക്കിറങ്ങി ഓണത്തിന് കൊയ്തു കയറുകയെന്ന പഴയ കൃഷി കലണ്ടർ രീതിയാണ് ശ്രീരാമൻ ചിറ പാടശേഖര സമിതി പിന്തുടരുന്നത്. കൃഷിക്ക് ആവശ്യമായ പിന്തുണ സർക്കാരിൽ നിന്നും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. വയനാടിന് കൈത്താങ്ങായി കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 14,27,430 രൂപ കൈമാറി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് സഹായധനമായി സമാഹരിച്ച സംഖ്യയാണ് കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ കളക്ടർക്ക് കൈമാറിയത്. കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികൾ, സ്കൂൾ അധികൃതർ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് സ്കൂളുകൾ സമാഹരിച്ച സംഖ്യയ്ക്കുള്ള ചെക്കുകൾ കളക്ടർ അർജുൻ പാണ്ഡിന് കൈമാറിയത്. ലെമർ പബ്ലിക് സ്കൂൾ തൃപ്രയാർ 5,11,600, അമൽ സ്കൂൾ ചെമ്മണ്ണൂർ 1,65,830, SN വിദ്യാഭവൻ ചന്ദ്രാപിന്നി 1,30,000, ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ മുല്ലശ്ശേരി 1,25,000, അമല മേരിറാണി സ്കൂൾ 1,00,000, ഗുരുദേവ സ്കൂൾ വരാക്കര 1,00,000, എക്സൽ പബ്ലിക് സ്കൂൾ കുന്നംകുളം 75,000, CKM NSS സ്കൂൾ ചാലക്കുടി 70,000, നിർമ്മലമാതാ സ്കൂൾ തൃശൂർ 50,000, സെന്റ് വിൻസെന്റ് സ്കൂൾ പള്ളോട്ടി 50,000, ദേവമാതാ പബ്ലിക് സ്കൂൾ തൃശൂർ 50,000 എന്നിങ്ങനെയാണ് സഹായധനമായി സമാഹരിച്ച് കൈമാറിയത്. കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആദിത്യ വർമ്മരാജ്, സെക്രട്ടറി IT മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ല് സംഭരിച്ചതിന്റെ പണം നൽകുക, നെല്ലിന് താങ്ങുവില 35 രൂപയായി വർദ്ധിപ്പിക്കുക, കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് അവണൂർ മണ്ഡലം കമ്മിറ്റി അവണൂർ പഞ്ചായത്തിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് A ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു, AICC അംഗം KA ഗോവിന്ദൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഷീബ ജയ്സൺ, TN നമ്പീശൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയൻ, കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണക്കാലത്ത് വില നിലവാരം പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി മുരിയാട് പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണവിപണി ആരംഭിച്ചു. ഹോർട്ടികോർപ്പിന്റെ സഹകരണത്തോടുകൂടി എല്ലാത്തരം പച്ചക്കറികളും വിപണിയിലൂടെ വളരെ വില കുറച്ച് ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ഓണവിപണിയുടെ ലക്ഷ്യം. ഓണവിപണി മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ K വൃന്ദകുമാരി, മണി സജയൻ, നികിത മോൾ, അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു.
കർണാടകയിൽ നടക്കുന്ന ദേശീയ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിലേക്ക് MJ മുഹമ്മദ് ഹാദി തെരഞ്ഞെടുക്കപ്പെട്ടു. പന്നിത്തടം കോൺകോട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയും വെഫ കേരള ഫുട്ബോൾ അക്കാദമിയിലെ താരവുമാണ്. പന്നിത്തടം മമ്മശ്ര ഇല്ലത്ത് വീട്ടിൽ ജമാൽ റബീന ദമ്പതികളുടെ മകനാണ്. പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന CISE കേരള റീജിയണൽ അത്ലറ്റിക് മീറ്റ് കുന്നംകുളത്ത് തുടക്കമായി. കേരളത്തിലെ 63 ICSE സ്കൂളുകൾ 6 സോണുകളാക്കി തിരിച്ചു നടത്തുന്ന മത്സരത്തിൽ 800-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. അത്ലറ്റ് മീറ്റ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. AISI കേരള റീജിയണൽ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു. SBI ATM കൌണ്ടറിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നാട്ടുകാർ. മാസങ്ങളോളായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി സെന്ററിൽ പ്രവർത്തിക്കുന്ന SBIയുടെ ATM കൌണ്ടർ പ്രവർത്തനരഹിതമാണ്. ഓണക്കാലമായതിനാൽ ATM കൌണ്ടറിൽ പൈസ എടുക്കാനെത്തുന്ന നിരവധി പേരാണ് മടങ്ങിപ്പോകുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ ആദരാഞ്ജലികൾ അർപ്പിച്ച് ബോർഡ് വെച്ച് പ്രതിഷേധിച്ചത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് സിന്തറ്റിക് ട്രാക്കും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സെന്ററും അനുവദിച്ച് നൽകാൻ ശ്രമിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തുടർച്ചയായി 8ാം തവണയും സർവകലാശാല തലത്തിൽ കായിക കിരീടം സ്വന്തമാക്കിയ ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥികളെയും കായിക അധ്യാപകരെയും മാനേജ്മെന്റിനെയും ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതനുസരിച്ച് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും മുഴുവൻ MP-യായി പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരും. മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ മേരി പത്രോസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പസിൽ സജ്ജീകരിച്ചിട്ടുള്ള ഇന്നൊവേഷൻസ് സെന്ററിന്റെയും അഗ്രോ പാർക്കിന്റെയും ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. സ്വഭാവത്തിനെയും ഒക്കെ ഇത്രയും ലോകത്തിന് മുമ്പിൽ എത്തിച്ച് കണ്ടിട്ടില്ലാത്ത കുട്ടികളൊക്കെ ഇടവേള എന്ന് പറയുന്ന സിനിമയൊന്ന് കാണണം, അത്യാവശ്യം കാണണം. ഈ കാലഘട്ടത്തിൽ കാണണം. സ്നേഹം എന്താണെന്നും സ്നേഹം കൊണ്ടുള്ള സംഘം ചേരൽ എന്താണെന്നും ഒക്കെ അതിൽ വ്യക്തമായിട്ട് ചിത്രീകരിച്ച് പ്രണയം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാമവർമ്മപുരം സ്നേഹവീട്ടിലെ അന്തേവാസികൾക്ക് ഓണസമ്മാനമായി കിടക്കകൾ വിതരണം ചെയ്തു. KGOU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബീന പൂവത്തിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ ഫോറം കൺവീനർ VS സുബിത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജാസുലക്ഷ്മി, ഗ്രേസി, ശ്രീലേഖ, അനിത തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് മത്സ്യഗ്രാമത്തെ മാതൃകാ മത്സ്യഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണത്തിനായി പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന് ഗുരുവായൂർ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് നഗരസഭാ ഹാളിൽ യോഗം ചേർന്നു. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ചാവക്കാട് നഗരസഭ ഉദ്യോഗസ്ഥർ, റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ മത്സ്യഗ്രാമത്തിൽ പരിശോധന നടത്തി. പുത്തൻ കടപ്പുറത്ത് ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണം, ബ്ലാങ്ങാട് ബീച്ചിൽ മത്സ്യത്തൊഴിലാളികൾക്കായി കമ്മ്യൂണിറ്റി ഹാൾ, ഫിഷ് മാർക്കറ്റ് നവീകരണം തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് തീരുമാനമായി. യോഗത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി, തീരദേശ വികസന കോർപ്പറേഷൻ റീജിയണൽ എക്സിക്യൂട്ടീവ് ഓഫീസർ രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ആൻഡോ ലിജോ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി P രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NR രജീഷ്, AK ജോയ്, AL ആന്റണി, മജീദ് പടുവിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ ഉത്സവ ഭത്ത നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, ഷിനി സതീഷ്, ഷൈജ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. സിനിമാ സംവിധായകൻ സച്ചി എന്ന KR സച്ചിദാനന്ദന്റെ മരണത്തിന്റെ യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരുന്നതിന് സർക്കാർ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ ജനതാദളിന്റെ നേതൃത്വത്തിൽ DMO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി.
രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മോറേലി ധർണ ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൌൺസിൽ ജനറൽ സെക്രട്ടറി തിലകൻ പുളിങ്കുടി അധ്യക്ഷനായി. മനോജ് ചിറ്റിലപ്പിള്ളി, അബ്ദുൾ മുത്തലീഫ്, രാജു നാരായണത്ര തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3215 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സിപിഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. വിട പറഞ്ഞത് മൂന്നാം ബദലിന് അടിത്തറയൊരുക്കിയ നേതാക്കളിൽ പ്രധാനി. മതിലകം പുതിയകാവിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. 6 ലക്ഷം രൂപ വിലമതിക്കുന്ന മലഞ്ചരക്ക് സാധനങ്ങൾ കവർന്നു. വടക്കാഞ്ചേരി അകമല വളവിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കെഎസ്ആർടിസി ബസ് പാടത്തേക്ക് പതിച്ചു. കെഎസ്ആർടിസി ബസ്സുകൾ തകരാറിലായി അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. വെള്ളം വറ്റിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇറിഗേഷൻ വകുപ്പ് വീഴ്ച വരുത്തി. മനക്കൊടി മേഖലയിൽ 700 ഏക്കറിലെ കൃഷിയിറക്കൽ അനിശ്ചിതത്വത്തിൽ. കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി കർഷകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.